Hi guys, welcome back to Car Garage. Car Garage vlog-ആയിട്ട് വന്നിരിക്കുകയാണ്. ഗാരേജിലെ വിശേഷങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 വണ്ടിയോളം സെറ്റിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നോവയുടെ കാര്യമാണ് പറയുന്നത്, ടൈപ്പ് 4 കൺവേർഷൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമുക്കൊരു ഫോർച്യൂണർ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ബോണറ്റും അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പർ ബാക്ക് ബമ്പർ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഗാരേജിൽ ഇപ്പോൾ നടക്കുന്ന ലൈവ് കാര്യങ്ങളൊക്കെ കാണിച്ചാലുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ നമുക്കൊരു ഗോൾഡൻ കളർ ഒരു ഇന്നോവ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച നിലയിലായിരുന്നു. പക്ഷേ അതിൻ്റെ റേഡിയേറ്ററിന് കാര്യങ്ങൾക്കൊന്നും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ബോണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേഡിയേറ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് പുതിയ റേഡിയേറ്റർ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടതാണ്. അതിൻ്റെ ഫ്രെയിം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പണിയുണ്ട്. പണിയിലേക്ക് പോകാതെ तीन लिया था ना? എടുത്തോ. खोल के बंद कर ले. खोलो. നമ്മുടെ ഫ്രണ്ട് തട്ടിയ വണ്ടിയുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫ്രണ്ട് തട്ടിയിട്ട് അവർ ലെവൽ ചെയ്യാണ്ട് റേഡിയേറ്റർ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ട് വണ്ടി പിടിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങി അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്ട്രൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്നൊരു വർക്കാണ് റെസ്റ്റിൻ്റെ ഇഷ്യൂ. ഈ ഒരു വണ്ടിക്ക് 4 ഡോറും അതേപോലെ തന്നെ ബാക്ക് പറഞ്ഞ ഡിക്കും റെസ്റ്റായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. നമ്മളത് അയച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പുട്ടിയൊക്കെ ഇട്ടിട്ട് റെസ്റ്റ് ഉള്ള ഭാഗങ്ങളിൽ ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം പുട്ടിയിട്ട് അടച്ച് വെച്ചാണ് നിലയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ബോണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ബോണ്ടിൻ്റെ അടിയിൽ ചെറിയ ഹോളുകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഇന്നോവയ്ക്ക് തന്നെ ബോണ്ടിൻ്റെ താഴ്വശത്ത് ഒരു 3 ഹോള് കാണും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഡോറിൻ്റെ ഇന്നറിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ ഇന്നറിൽ നിന്ന് വെള്ളം നമ്മൾക്ക് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഹോളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഈ ഹോളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ആയപ്പോലും സ്വിഫ്റ്റ് ആയാലും ഡിസയർ ആയാലും അതേപോലെ തന്നെ ഏത് വണ്ടി ആയാലും BM ആയാലും ബെൻസ് ആയാലും ഏത് വണ്ടി ആയാലും വെതർ സ്ട്രിപ്പ് ഉണ്ടാവും. ഔട്ടർ ബോഡി വെതർ സ്ട്രിപ്പ് ഉണ്ടാവും. വെതർ സ്ട്രിപ്പിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ആ ഡോറിൻ്റെ ഇന്നറിൽ വരുന്ന വെള്ളത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിൻ ഹോളുകൾ ഉണ്ടാവും. ഈ ഹോളുകൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇലകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണോ അതേപോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ സാധനം ഹോൾ അടഞ്ഞു പോകും. ഈ ഹോൾ അടഞ്ഞു പോയാൽ എന്തുണ്ടാവും? വെള്ളം അതിൻ്റെ ഉള്ളിൽ കെട്ടിയിരിക്കും. ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വരും. വാട്ടർ ഒരുപാട് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ റെസ്റ്റ് വന്നതാണ് ഈ 4 ഡോർ അതേപോലെ തന്നെ ബാക്കിൽ ഡിക്കി വരുന്നത്. ഈ വണ്ടിയുടെ ബാക്കിൽ ഡിക്കിയുടെ ബാക്ക് എന്താ പീസ് ഈ ഒരു രീതിയിലായിരുന്നു ഇന്നറിൽ വരുന്ന പീസ്. അപ്പോൾ ഇന്നറിൽ വരുന്ന ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പീസ് സെറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടു. അപ്പോൾ ഇത് വെള്ളം കാരണമാണ് ഇത് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ ഡ്രെയിൻ ഹോളുകൾ നിങ്ങളുടെ വണ്ടികളായാൽ പോലും അതിൻ്റെ ഡ്രെയിൻ ഹോളുകൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഡ്രെയിൻ ഹോൾ എന്ന് പറയുന്നത് അവിടെ സെൻറ്ററിൽ കാണുന്ന ഒരു ഹോളാണ്.
അതേപോലെ തന്നെ ഇവിടെ കാണുന്നത് ഈ ഒരു ഹോളും കൂടിയാണ് ഡ്രെയിൻ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകില്ല, അതുവഴി നമ്മൾ റസ്റ്റ് ഇഷ്യൂസ് വരാനായിട്ട് ചാൻസും കൂടുതലാണ്. അപ്പോൾ ഡോറിൻ്റെ അങ്ങനെ വരും, ഡിക്കിയുടെയും അതേപോലെ തന്നെ 3 എണ്ണമായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പീസും കാര്യങ്ങളൊക്കെ അടിച്ച് പാസ്റ്റിംഗ് ആക്കി ഇട്ടിട്ട് ആ ഡിക്കിയുടെ ഇഷ്യൂ കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടി ആയാലും പോർച്ചിൽ വണ്ടി അടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള ഹോളുകൾ അടഞ്ഞു നിൽക്കണോണ്ടൊന്ന് ജസ്റ്റ് ഒരു ഇറുക്കിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കട്ടോ. അങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചേക്ക്. ഇനി നമ്മൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു വണ്ടിയുടെ ഫ്രണ്ട് സെറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേജർ പാച്ച് വർക്ക് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. 4 ഡോറും പാച്ച് വർക്ക് ആയിരുന്നു. 4 ഡോറിൻ്റെ പാച്ച് വർക്ക് തീർത്ത് അതേപോലെ തന്നെ ഔട്ടർ സൈഡിൽ പ്രൈമറും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ആ ഒരു ഇത് സോൾവ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ് അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക ചെയ്യണം. ശരിക്കും നമ്മുടെ കമ്പനി വരുന്ന മാതിരി തന്നെ അവിടെ വേറൊരു നെറ്റ് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യണം കേട്ടോ. മോഡലിൻ്റെ ഫെൻഡറിൻ്റെ ബോൾട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് മാറിയിട്ട് വ്യത്യാസമായിട്ടാണ് 4ൻ്റെ വരുന്നത്. അപ്പോൾ 4ൻ്റെ ഇതാണ് ഇപ്പോൾ സെറ്റ് ചെയ്തത് കേട്ടോ. പെയിൻറ്റിംഗ് ബൂത്തിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വണ്ടി ഇവിടെ കംപ്ലയിൻറ്റ് വണ്ടിയായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റിങ് ഒരു പ്രാവശ്യം ചെയ്തത് കംപ്ലയിൻ്റൊക്കെ ആയിട്ടും. അപ്പോൾ ആ വണ്ടിയുടെ പെയിൻറ്റിങ് വർക്ക് ഇപ്പോഴും നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 2-3 മന്തോളമായിട്ടുണ്ട് വണ്ടി വന്നിട്ട്. കാരണം ആ വണ്ടി പുട്ടി ഒരുപാട് കയറ്റിയിട്ട് അങ്ങനെ കംപ്ലയിൻ്റൊക്കെ ആയ ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ പുട്ടി നമ്മൾ ഗ്രൈൻഡിങ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ബോഡി അടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾക്ക് ബോഡി ഷേപ്പ് പ്രോപ്പർ ചെയ്യാൻ വേണ്ടി ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് ഷേപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ബൂത്തിൽ കയറ്റിയപ്പോൾ ചെറിയ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ വീണ്ടും അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫൈനലി നാളെ മറ്റന്നൊക്കെ ആയിട്ടാണ് ഇനിയിപ്പോൾ പെയിൻറ്റിങ് നടക്കുകയുള്ളൂ. കാരണം നമ്മൾ ട്യൂബൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സൈഡിൽ ചെറിയ കംപ്ലയിൻറ്റുകളും എന്ത് ചെയ്യണ്ട ഇതേപോലെ ഡിക്കിയുടെ അവിടെയൊക്കെ ചെറിയ ഷാർപ്പ്നെസ് കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ ഫൈനൽ ഫിനിഷിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾക്ക് ബാക്കിയുള്ള 7 വണ്ടി സെറ്റിങ് ചെയ്തിട്ടുണ്ട്, പ്രൈമർ അടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് ബൂത്തിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും 2 ദിവസത്തെ പണി ഈ ഒരു വണ്ടിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ക്യാപ്സിയുടെ പ്രൈമർ അപ്ലൈ ചെയ്ത് 2K ക്വാളിറ്റിയിലുള്ളത്. അതിനുശേഷം ബോഡി വീണ്ടും ചെറിയ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷേപ്പിന് ശേഷം നോർമൽ സർഫേസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞാൽ സിൽക്കി ഗോൾഡ് കളറാണ്. ഞാൻ അടുത്ത വ്ളോഗിൽ നിങ്ങളെ പെയിൻറ്റ് അടിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം തീർത്ത് സ്പോട്ടാണ്. ഈ യെല്ലോ കളറിൽ കാണുന്ന പുട്ടി എന്ന് പറയുന്നത് സ്പോട്ട് പുട്ടിയാണ്. നോർമലി ചെറിയ തരി ഹോളുകളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഫില്ല് ചെയ്ത് കളയുന്ന പുട്ടിയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഗ്ലാസ് അഴിക്കാൻ പോവാണ്. അവിടെ ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ഹോള് വീണിട്ടുണ്ട്. ഇത് എങ്ങനെ ഹോള് വന്നതെന്നൊരു ഐഡിയയും കിട്ടണില്ല, കാണില്ല കേട്ടോ. അവിടെ ഒരു ഹോള് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോള് നമുക്ക് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഗ്ലാസ് നമുക്ക് അയക്കണം. ഗ്ലാസ് അയക്കുന്ന പണി നോക്കാം കേട്ടോ. കട്ടിങ് കഴിഞ്ഞിട്ട് കേട്ടോ. നമ്മുടെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഈ കറണ്ടിൻ്റെ ഇത് എന്തിനാണ് കൊടുത്തതെന്ന്. നമ്മളിപ്പോൾ ബാക്കിൽ തന്നെ ഫോഗൊക്കെ അബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഹീറ്റർ ലൈനുകളാണ് ഈ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ഹീറ്ററായിട്ട് ഇത് വർക്ക് ചെയ്യും.
ഇവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ ഡിക്കിയുടെ കംപ്ലൈൻറ്റ് നോക്കി പാച്ചൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മാതിരി തന്നെ ഇവിടെയും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായി, അതും ക്ലിയർ ചെയ്തു. അപ്പോൾ നമ്മളൊരു പീസ് വെച്ച് അടിപൊളിയാക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രൈമർ ആപ്ലിക്കേഷൻ ഇന്നർ ചെയ്തു. ഇനി പൗഡറും പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഒട്ടിക്കാം നമുക്ക്. പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം ഇനി ഗ്ലാസ് ഒട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 7 വണ്ടിയുടെ അടുത്ത് നമ്മൾ ഫുള്ളായിട്ട് വണ്ടികൾ ബോണറ്റ് സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതായത് ടൈപ്പ് 4ലേക്ക് കൺവേർഷൻ ബോഡി പാർട്സുകളെല്ലാം കഴിഞ്ഞ് തീർത്തു. അതേപോലെ തന്നെ ഒരു ഇടിച്ച വണ്ടി ബാക്കിൽ ഒരു ഫ്രണ്ട് തട്ടിയ വണ്ടിയായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് റേഡിയേറ്റർ കണ്ടൻസറൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ബ്രാക്കറ്റൊക്കെ ബെൻഡടിച്ച് നിർത്തി ലെവൽ ചെയ്ത് അതിൻ്റെ പണി തീർന്നു. ഫൈനലായി ഹെഡ്ലൈറ്റൊക്കെ സെറ്റിങ് ചെയ്തിട്ട് ലോക്ക് സെറ്റിങ് കാര്യങ്ങളെല്ലാം തീർത്ത് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ബൂത്തിലുണ്ടായി വരുന്ന വണ്ടിയുടെ സർഫേസർ കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തതിന് ശേഷം ക്യാപ്സർ 2K നമ്മൾ അടിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ സർഫേസർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അണ്ടർ കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്ന വണ്ടി. അതേപോലെ നമ്മുടെ അരുമ്പായി ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയുടെ പ്രൈമറി ബോഡി ഫില്ലർ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് അവർ ഫുൾ കഴിഞ്ഞു. കാരണം നമുക്കിപ്പോൾ ലോഡ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്കിപ്പോൾ ഓവർ ടൈം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഈ വർക്ക് ഇപ്പോൾ ഓവർ ടൈം ചെയ്തിട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മളൊരു വേറൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയും കൂടി പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇന്ന് സെറ്റിങ് തീർക്കും. അപ്പോൾ 8 വണ്ടിയോളം ഫ്രണ്ട് സെറ്റിങ് ഏകദേശം തീർക്കും. അപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതേപോലെ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 8 വണ്ടിയുടെ സെറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ വണ്ടികൾ എന്തായാലും പ്രൈമർ ബൂത്തിലേക്ക് ലൈനപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില വണ്ടികൾ കംപ്ലൈൻറ്റും കാര്യങ്ങളും പാച്ചിൻ്റെ ഇഷ്യൂ റെസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അത് ഇപ്പോൾ റൊട്ടേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗാരേജിലെ ശരിക്കൊരു അപ്ഡേഷനായിരുന്നു. വണ്ടിക്കാർക്കുള്ള ചെറിയൊരു ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വർക്കുകൾ ഏത് സ്റ്റേജ് ആയി എന്നൊക്കെ ഉള്ളത്. പിന്നെയും അഴിക്കാൻ കുറച്ച് വണ്ടികളുണ്ട്, അതേപോലെ തന്നെ അഴിച്ചിട്ടാണ് വണ്ടികളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല ഈ വ്ളോഗിൽ. അപ്പോൾ അതിൻ്റെയും സ്റ്റാറ്റസുകൾ അടുത്ത വ്ളോഗുകളായിട്ട് നിങ്ങൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോർച്യൂണറിൻ്റെ ചെറിയ ടച്ചപ്പും അതേപോലെ തന്നെ നമ്മളുടെ ഗാരേജിലെ സെറ്റിംഗ് വിശേഷങ്ങളും അതേപോലെ തന്നെ ഗാരേജിലെ വർക്കൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ തുടർന്നിടാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചേക്ക്. അപ്പോൾ ഇതിനെ കൂടി നന്നാക്കാനൊക്കെ ശ്രമിക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതേ വൈകുന്നേരമായി. ഇനി CarJJ വേർഷൻ 2 പോകണം. പക്ഷേ അവിടെ പ്രത്യേകിച്ച് വണ്ടികളില്ല, എല്ലാ വണ്ടികളും ഇതേപോലെ തന്നെയാണ്. ഈ
ഇവിടെയുള്ള സെറ്റിങ് ചെയ്തിട്ടുള്ള വണ്ടികൾ അവിടെ സെറ്റിങ് ചെയ്തിട്ടിട്ടുള്ളൂ, പ്രൈമറി ആപ്ലിക്കേഷൻ ചെയ്തിട്ടിട്ടുള്ളൂ. പെയിൻറ്റിങ്ങും ഫൈനലായിട്ടുള്ള വണ്ടികളില്ല. പെയിൻറ്റിങ് ഫൈനലാക്കാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-10 വണ്ടികൾ ഫുള്ളായിട്ട് പ്രൈമർ കോട്ടും സെറ്റിങ്ങും പ്രൈമർ കോട്ടും കഴിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനപ്പിൽ പെയിൻറ്റിങ്ങിലേക്ക് കയറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചില വ്ളോഗിൽ നിങ്ങളെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുള്ള വണ്ടികളായിരിക്കും കാണാൻ പോണത് കേട്ടോ. അപ്പോൾ അതും കാണാം. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്ത് തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ബൈ.